ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ സമയം ഏകദേശം ഒരു 6:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഇന്ന് നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്. ഇന്ന് മഴയില്ലാന്ന് തോന്നുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ട് കേട്ടോ. ഹോട്ടൽ സ്റ്റൈൽ മീൻ കറി എന്നൊക്കെ പറയാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി, അതുപോലെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പച്ചമുളകും വെള്ളുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കൊന്നും വേണ്ട, വെളിച്ചെണ്ണയിൽ നമുക്ക് ഇതേപോലെ നിങ്ങൾ വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് തക്കാളി കൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് എല്ലാ പണിയും പെട്ടെന്ന് തീർക്കുകയാണ് കേട്ടോ. 3 അടുപ്പും കത്തുന്നുണ്ട്. ഒരടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മളൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഗ്രേവിക്കനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. റെസിപ്പി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനത് കുറച്ചധികം തന്നെ കറി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ചെറിയ തീയിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് അതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറിക്കിട്ടും. പിന്നെ അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് ഞാൻ അയിലയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത് ഐസായിട്ടുണ്ടായിരുന്നു. തലേദിവസം ഫ്രീസറിൽ വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റ് തന്നെ ഞാനതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഐസൊക്കെ വിട്ടതിന് ശേഷം വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ കണ്ട് പൈപ്പ് തുറന്ന് ഇതേപോലെ അങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് നമുക്ക് നന്നാക്കി എടുക്കാം. അപ്പോൾ നമ്മളത് തണുത്തതിന് ശേഷം ആ മസാലയൊക്കെ മിക്സീൻ്റെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഗ്രേവിക്കനുസരിച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കുക പാകത്തിന്. ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് മീൻ അങ്ങ് മുറിച്ചെടുക്കാം കേട്ടോ. അയിലയാണ് എനിക്ക് ഒന്നുകൂടി ടേസ്റ്റായി തോന്നിയിട്ടില്ല. ഏത് മീനും ഇതേപോലെ വെക്കാം. ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനലിലുള്ളവർ ഇത് കണ്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഇതിലും കൂടെ ഇടണം എന്ന് ഒരുപാട് ദിവസമായിരുന്നു വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നാക്കി പൊരിക്കാനുള്ളതൊക്കെ മുളക് തേച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ തിരക്കിട്ട് പണിയാണെങ്കിലും ഫുള്ളായിട്ട് അടുക്കളത്തെ പരിപാടികൾ തീർക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഫ്രീ ആണ്. ബാക്കിയുള്ള പണിയൊക്കെ വേഗം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂല്ലോ. അപ്പോൾ നമ്മളിതാ കറി നല്ല തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. ഈ ഒരു സമയത്ത് നമ്മൾ കറിയിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ കോവക്ക തോരനായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ മറ്റേ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആ ഒരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വ്ളോഗ് ചെയ്തത് കേട്ടോ. പിന്നെ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ലാമിക്കുട്ടി ഇന്ന് നന്നായിട്ട് പുറത്തിറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ചെറിയ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളൂ. ഇന്നത്തെ കാലാവസ്ഥ കുറേ ദിവസത്തിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു വെയിൽ കിട്ടുന്നത് കേട്ടോ. ഇന്ന് നന്നായിട്ട് തന്നെ ഞങ്ങൾ പണികളൊക്കെ പെട്ടെന്ന് തീർന്നുകൊണ്ട് തന്നെ കുട്ടികളെ കൂടെ കുറച്ച് നേരം ഈ ചെറുനാരങ്ങ ഉണ്ടായിരുന്നു മുറ്റത്ത്, അത് വെച്ചിട്ട് പണ്ട് കളിക്കുന്ന പോലത്തെ ഒരു കളിയൊക്കെ ഒന്ന് കളിച്ചു കൊടുത്തു കേട്ടോ. എന്താ പറയുക, അമ്മാനാടാന്നൊക്കെ പറയും കേട്ടോ. നിങ്ങളെന്താ പറയുക അതിന് കമൻറ്റ് ചെയ്യണേ അറിയുകയാണെങ്കിൽ. അപ്പോൾ ഫിദമോക്ക് ഇത് അറിയുന്നേ അല്ല, ഇതെങ്ങനെ ഉമ്മച്ചി കളിക്കുന്നതെന്ന് ചോദിക്കുന്നത് കേട്ടോ. ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികൾക്കൊന്നും ഈ ഒരു കളി അറിയില്ല. അവർക്ക് ഫോണ് കണ്ട് വീട്ടിലിരിക്കുക എന്നല്ലാതെ നമ്മൾ കളിച്ച പോലെയൊന്നും അവർ കളിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇത് കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.